യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. അവൻ അതിനെ കാത്തു രക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും എന്ന് കാണുന്നു. അപ്പോൾ യെരൂശലേമിനെക്കുറിച്ച് ദൈവം എങ്ങനെ കാക്കുന്നു എന്ന് പ്രവാചകൻ ഇവിടെ പറയുന്നത് ഒരു കഴുകൻ, ഒരു പക്ഷിയെ പോലെയാണ്. അപ്പം പക്ഷി തൻ്റെ കുഞ്ഞിനെ പറക്കുവാൻ പഠിപ്പിക്കുന്നത് ഉയരമായ ഒരു മരക്കിളയിൽ അല്ലെങ്കിൽ ഒരു പാറസ്ഥലത്ത്, ഉയരമായ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ഈ കുഞ്ഞിനെ കൊത്തി താഴേക്കിടും. അപ്പോൾ കൊത്തി താഴേക്കിടുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ചിറകടിച്ചടിച്ച് കീഴോട്ട് വരും. അപ്പോൾ ഈ കുഞ്ഞ് തലംപരിച്ചായത് കുറേ ദൂരം വരുമ്പോൾ ഈ പക്ഷി കറങ്ങി വന്ന് തൻ്റെ ചിറകുകളെ വിരിച്ച് അതിന്മേൽ ഈ കുഞ്ഞ് കീഴെ വീഴാതെ കാത്തു സൂക്ഷിക്കും. അതേപോലെയാണ് നമ്മുടെ യഹോവ. നമുക്ക് ചുറ്റും തൻ്റെ ചുറ്റും പാളയമിറങ്ങി കാവൽ ചെയ്യും. തൻ്റെ ദൂതന്മാരെ ഇറക്കി കാവൽ ചെയ്യുന്ന ഒരു ദൈവമാണ്. നമുക്കൊരു അനർത്ഥവും ഭവിക്കാതെ, നാം നശിപ്പിക്കപ്പെടാതെ, പൈശാചിക ശക്തികളിൽ നാം തോറ്റു പോകാതിരിപ്പാൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് പിന്നെ എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുന്നു എന്ന്. കഷ്ടങ്ങൾ ഈ കുഞ്ഞിനും ഉണ്ടായിരുന്നു. കാര്യമെന്ന് പറഞ്ഞാൽ ആ ഒരു താൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് കീഴെ വന്നപ്പോൾ തൻ്റെ ഇരിപ്പിടം നഷ്ടപ്പെട്ടു, താൻ കാലൂന്നിയിരുന്ന ആ മരച്ചില്ല നഷ്ടപ്പെട്ടു, തനിക്ക് മഴ പെയ്താലോ വെയിൽ വന്നാലോ തൻ്റെ ദേഹത്തത് കൊള്ളാതെ ഇരുന്ന ആ കൂട് നഷ്ടപ്പെട്ട് കീഴോട്ട് വരുമ്പോഴാണ് ആ ഒരു തള്ളപ്പക്ഷി തൻ്റെ ആ ഒരു ചിറകിന്മേൽ ആ കുഞ്ഞിനെ വഹിക്കുന്നത്. ആയതുപോലെ നമുക്കുള്ള ചിലത് നഷ്ടപ്പെടുമ്പോൾ നമുക്കത് വേദനയും കാര്യങ്ങളും ആണ്. പക്ഷേ ദൈവം ആ നഷ്ടത്തിൽ കൂടെ നാം നശിച്ചു പോകുവാൻ അനുവദിക്കുന്നില്ല. അവന് രാപ്പകൽ നോക്കി ധ്യാനിച്ച് മുറയിടുന്ന ഓരോരുത്തർക്കും അവൻ വിടുതൽ കൊടുത്ത് വഴി നടത്തുമെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ എല്ലാ സമയത്തും എല്ലാ കഷ്ടപ്രയാസങ്ങളിലും യഹോവയിൽ തന്നെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവ് എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.